നമസ്കാരം. ബയോ ഇൻസൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ ടോപ്പിക് സെൽ ഡിവിഷൻ ആൻഡ് സെൽ സൈക്കിൾ ആണ്. അതിൽ മൈറ്റോസിസ്, മിയോസിസ്, അതിൻ്റെ സ്റ്റെപ്സുകളും അതിൻ്റെ റെഗുലേഷനും പിന്നെ സെൽ സൈക്കിൾ റെഗുലേഷനും ആണ് വരുന്നത്. ഇതൊരു സീരീസ് ഓഫ് ക്ലാസ്സസ് ആണ്. ഇതൊരു സീക്വൻഷ്യൽ ആയിട്ട് പഠിച്ചു പോയാലേ നമുക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആവുള്ളൂ. CSIR നെറ്റ് ലൈഫ് സയൻസിന്റെ പോയിന്റിൽ പറയുകയാണെങ്കിൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്. ഈ ഒരു പോർഷനിൽ വരാവുന്ന എല്ലാ ഏരിയാസും മാക്സിമം കവർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ സീരീസ് ഓഫ് ലെക്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം തന്നെ ഈ പോർഷൻസിന്റെ അല്ലെങ്കിൽ ഈ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വിഷയം പഠിക്കുന്നവരിലേക്കും എത്തിക്കുക. നെറ്റ് ലൈഫ് സയൻസ് മാത്രമല്ല, ലൈഫ് സയൻസ് ബേസ് ചെയ്തിട്ടുള്ള ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സെൽ സൈക്കിള് ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ തന്നെയാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. യൂകാരിയോട്ടിക് സെൽ സൈക്കിൾ അല്ലെങ്കിൽ നമുക്ക് ഇൻ ജനറൽ നമുക്ക് സെൽ സൈക്കിൾ എന്ന് പറയാം. യൂകാരിയോട്ടിക് സെൽ സൈക്കിൾ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇൻ ദ കേസ് ഓഫ് പ്രോകാരിയോട്സ് സെൽ ഡിവിഷൻ മീൻസ് ഒരു ജസ്റ്റ് ഒരു സെൽ ഡിവിഷൻ മാത്രമാണ്. ഓക്കെ, വൺസ് ദേ വിൽ അറ്റൈൻ എ പ്രോപ്പർ സെൽ ഗ്രോത്ത് ദേ വിൽ സിംപ്ലി ഡിവൈഡ്. അത്രയേ ഉള്ളൂ പ്രോകാരിയോട്ടിന്റെ കേസിൽ. ബട്ട് ഇൻ ദ കേസ് ഓഫ് യൂകാരിയോട്ടിക് ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ, അത് ഡെവലപ്പിംഗ് മൾട്ടിസെല്ലുലർ ഓർഗാനിസത്തിൽ ദ റെപ്ലിക്കേഷൻ മസ്റ്റ് ബി പ്രിസൈസ്ലി കൺട്രോൾഡ് ആൻഡ് ടൈംഡ് ടു faithfully and reproducibly complete the developmental program in every individual. Okay, in a normal adult, cells divide only when and where they needed. Okay, നമ്മുടെ യൂകാരിയോട്സിന്റെ കേസസിൽ എപ്പോഴും എല്ലാ സെൽസും ഡിവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കില്ല. ആ ഒരു റിക്വയർഡ് ടൈമിൽ മാത്രമേ സെൽ വിൽ ഡിസൈഡ് ടു go for the cell cycle. In general, cell cycle have 4 stages: G1, S, G2 and M phase. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഈ സീക്വൻസ് അല്ലെങ്കിൽ ദ ഡയറക്ഷൻ ഓഫ് ഈച്ച് സ്റ്റേജ് ഇസ് സെയിം ഫോർ ഈച്ച് ആൻഡ് എവറി യൂകാരിയോട്സ്. ഓക്കെ, ഒരു ഈസ്റ്റ് സെൽ ആണെങ്കിലും ശരി, ഹ്യൂമൻ ബീയിങ് ആണെങ്കിലും ശരി, ഈ ഒരു കറക്റ്റ് സീക്വൻസ് ആണ് എല്ലാ സെൽസും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ at the end of the cell cycle what we will get is two identical cells, അതായത് two identical daughter cells ആണ് നമുക്ക് at the end of the cell cycle we are getting. Okay, ഇതാണ് നമ്മുടെ ഒരു സെൽ. ഒരു എക്സാമ്പിളിന് നമുക്ക് ഇതിനെ നമുക്ക് പാരന്റ് സെൽ ആയിട്ട് കണക്കാക്കാം. ദിസ് ഈസ് അവർ പാരന്റ് സെൽ. ഓക്കെ, ദിസ് ഈസ് ദി പാരന്റൽ ക്രോമസോം. ഓക്കെ, ഈ പാരന്റൽ ക്രോമസോം during the DNA synthesis replicate and create 2 copies of its DNA content. Okay, after that, after passing G2 it will enter into M phase. Okay, M phase il ee duplicated chromosome equal ആയിട്ട് രണ്ട് ഡോട്ടർ സെല്ലിലേക്കും സെഗ്രിഗേറ്റ് ചെയ്യും. Okay, after this segregation the cell will divide and രണ്ട് ഡോട്ടർ സെൽ ആയിട്ട് മാറും. So both these daughter cells are the exact copy of this parent cell. ഇവിടെ DNA കണ്ടന്റോ നമ്പർ ഓഫ് ക്രോമസോമിനോ ചേഞ്ച് സംഭവിക്കുന്നില്ല. സോ ഇതാണ് ഓവറോൾ നമുക്ക് സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. Overview of cell cycle and its control. Okay, the molecular process regulating the 2 key events in the cell cycle are chromosome replication and chromosome segregation. Chromosome replication and chromosome segregation. Okay, and ഇത് രസം എന്താ വെച്ചാൽ ഇതിന്റെ പ്രോസസ്സ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഓക്കെ, ഇൻ ഓൾ യൂകാരിയോട്ടിക് സെൽസ്. ഓക്കെ, ക്രോമസോം റെപ്ലിക്കേഷൻ ആൻഡ് ക്രോമസോം സെഗ്രിഗേഷൻ. ഓക്കെ, ഇപ്പൊ ബഡിങ് ഈസ്റ്റിന്റെ കേസിലായാലും ശരി, ഡെവലപ്പിംഗ് ഹ്യൂമൻ ന്യൂറോൺസിന്റെ കേസിലാണെങ്കിലും ശരി, ആ റെഗുലേഷൻ, സെൽ ഡിവിഷന്റെ റെഗുലേഷൻ സെയിം തന്നെയാണ്. ഓക്കെ, ഒരുപാട് ബയോകെമിക്കൽ ജനറ്റിക് എക്സ്പെരിമെന്റ് എല്ലാം ചെയ്തിട്ടാണ് ആ ഒരു റെഗുലേഷനെ സയന്റിസ്റ്റ്
കണ്ടുപിടിച്ചത്. ഓക്കെ, ദി സ്റ്റഡീസ് ഹാവ് റിവീൽഡ് ദ സെൽ ഡിവിഷൻ ഈസ് കൺട്രോൾഡ് പ്രൈമർലി ബൈ റെഗുലേഷൻ ഓഫ് ദി ടൈമിംഗ് ഓഫ് എൻട്രി ഇൻ ടു ദി സെൽ ഡിവിഷൻ സൈക്കിൾ. ടൈമിംഗ് ആണ്. ഓക്കെ, അതായത് എപ്പോഴാണ് G1-ൽ നിന്ന് GS ഫേസിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടത്, എപ്പോഴാണ് എസിൽ നിന്ന് G2-ലേക്ക് പോകേണ്ടത്, എപ്പോഴാണ് G2-ൽ നിന്ന് എമ്മിലേക്ക് പോകേണ്ടത് എന്നുള്ള ആ ഒരു ടൈമിംഗ്, അതായത് ആ ഡിസിഷൻ ടേക്കിംഗ് ആണ് ആ റെഗുലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു റെഗുലേഷന്റെ രണ്ട് മാസ്റ്റർ കൺട്രോളേഴ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇൻ ജനറൽ CDK എന്ന് പറയുന്നത്, സൈക്ലിൻ ഡിപെൻഡന്റ് കൈനേസ് എന്ന് പറയുന്നത്. കൈനേസ് ഇസ് എ പ്രോട്ടീൻ കൈനേസ്. കൈനേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, they will phosphorylate the proteins, they will add phosphate group അല്ലെ. അങ്ങനെയുള്ള പ്രോട്ടീൻസിനെയാണ് നമ്മൾ കൈനേസസ് എന്ന് പറയുന്നത്. സോ സെൽ സൈക്കിളിന്റെ കേസിൽ ആ മാസ്റ്റർ റെഗുലേറ്റേഴ്സിനെയാണ് നമ്മൾ CDK ഓർ സൈക്ലിൻ ഡിപെൻഡന്റ് കൈനേസ് എന്ന് പറയുന്നത്. വൈ സൈക്ലിൻ ഡിപെൻഡന്റ് കൈനേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൈനേസ് ആക്ടിവിറ്റി, CDKസിന് കൈനേസ് ആക്ടിവിറ്റി കിട്ടുന്നത് when it bound with subsequent cyclin subunit. ഓക്കെ, ഈ സൈക്ലിൻ സബ്യൂണിറ്റ് ആയിട്ട് ബൗണ്ട് ചെയ്യുമ്പോൾ മാത്രമേ CDKസിന് ആ കൈനേസ് ആക്ടിവിറ്റി കിട്ടുകയുള്ളൂ. സോ ഈ സൈക്ലിൻ ബൈൻഡിങ് അതിന്റെ റെഗുലേറ്ററി സബ്യൂണിറ്റ് ആണ് എന്ന് പറയാം. ഓക്കെ, CDK എന്നുള്ള ഒരു പ്രോട്ടീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് യൂണിറ്റ് ഉണ്ട്, കാറ്റലിറ്റിക് സബ് യൂണിറ്റും ഉണ്ട്, റെഗുലേറ്ററി സബ് യൂണിറ്റ് ഉണ്ട്. ഈ റെഗുലേറ്ററി സബ് യൂണിറ്റിൽ സൈക്ലിൻസ് ആഡ് ചെയ്യുമ്പോഴാണ് ഈ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ആക്ടിവേറ്റഡ് ആവുന്നത്. കൈനേസസ് റെഗുലേറ്റ് ദി സെൽ സൈക്കിൾ, DNA റിപ്ലിക്കേഷൻ, എല്ലാ പ്രോസസ്സും ഈ റെഗുലേറ്റ് ചെയ്യുന്നത് ഫോസ്ഫോറിലേറ്റ് ചെയ്തുകൊണ്ടാണ്. പല പ്രോട്ടീനെയും ഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ടാണ് ഓവറോൾ പ്രോസസ് ഇസ് റെഗുലേറ്റിംഗ്. ഓക്കെ, പക്ഷെ ഈ റെഗുലേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാവാം. ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനാകാം, ഒന്ന് ഇൻഹിബിറ്റ് ചെയ്യാനാകാം. ഓക്കെ, ഈച്ച് CDK അല്ലെങ്കിൽ ഈച്ച് സൈക്ലിൻ CDK കൈനേസ് പല പ്രോട്ടീൻസിനെയും ഫോസ്ഫോറിലേറ്റ് ചെയ്യുമ്പോൾ ചില സമയത്ത് ആ പ്രോട്ടീനെ ആക്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കാം, ചില സമയത്ത് ആ പ്രോട്ടീനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതും ആയിരിക്കാം. സോ ഓവറോൾ ഇങ്ങനെ ഒരു കോർഡിനേറ്റഡ് മാനറിലുള്ള ഫോസ്ഫോറിലേഷൻ ആണ് സെൽ സൈക്കിളിന്റെ റെഗുലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഒരു ടൈപ്പ് ഇതാണ്, അതായത് ആഡിങ് ഫോസ്ഫോറിലേഷൻ, അതായത് ഫോസ്ഫോറിലേഷൻ ആക്ടിവേറ്റിംഗ് അല്ലെങ്കിൽ ഇൻഹിബിറ്ററി ഫോസ്ഫോറിലേഷൻ ഒരു റെഗുലേറ്ററി എലിമെന്റ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഡീഗ്രഡേഷൻ ഓഫ് പ്രോട്ടീൻസ് ആണ്, എസ്പെഷ്യലി ഏതിന്റെ, സൈക്ലിൻസിന്റെ. ഓക്കെ, നമ്മളിവിടെ കണ്ടു സൈക്ലിൻസ് വിത്ത് CDK ആണ്, CDKക്ക് അതിന്റെ കൈനേസ് ആക്ടിവിറ്റി കിട്ടുന്നത്. ഓക്കെ, അപ്പൊ വിത്തൗട്ട് സൈക്ലിൻസ് CDKs can't phosphorylate any protein. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആ സൈക്ലിൻസിന് എന്ത് ചെയ്യും, പ്രോട്ടീൻ ഡീഗ്രഡേഷൻ ചെയ്യും. പ്രോട്ടീൻ ഡീഗ്രഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഇറിവേഴ്സിബിൾ പ്രോസസ് അല്ലെ. പ്രോട്ടീൻസ് ഡീഗ്രഡേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറിവേഴ്സിബിൾ ആണ്. നമുക്ക് എന്താ പറയുക, ഇപ്പൊ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫോസ്ഫറ്റേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ റിവേഴ്സ് ചെയ്യാം. പക്ഷെ പ്രോട്ടീൻ ഡീഗ്രഡേഷൻ എന്താണ്, ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. നമുക്ക് വീണ്ടും ആ ഒരു സബ്സിക്വന്റ് സൈക്ലിൻസ് വേണമെങ്കിൽ ട്രാൻസ്ലേഷനിലേക്ക് വീണ്ടും പോകണം. ഓക്കെ, സോ അത് എൻഷുർ ചെയ്യാൻ, അതായത് ഈ ഒരു സൈക്ലിക് മാനറിലാണ് ഫ്രം G1 to M എന്നുള്ള ആ സീക്വൻസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് റെഗുലേഷൻസ് ആണ് നടക്കുന്നത്. ഒന്ന് ഫോസ്ഫോറിലേഷൻ, അത് ആക്ടിവേറ്റിംഗ് ഫോസ്ഫോറിലേഷൻ ആവാം, ഇൻഹിബിറ്റിംഗ് ഫോസ്ഫോറിലേഷൻ ആവാം. രണ്ടാമത്തത് ഡീഗ്രഡേഷൻ ഓഫ് പ്രോട്ടീൻസ് എസ്പെഷ്യലി സൈക്ലിൻസ്. ഈ രണ്ട് രീതിയിലുള്ള റെഗുലേഷൻ ആണ്, അല്ലെങ്കിൽ ഈ രണ്ട് പ്രോസസ്സിന്റെ റെഗുലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് സെൽ സൈക്കിളിനെ ഓവറോൾ റെഗുലേറ്റ് ചെയ്യുന്നത് എന്ന് പറയാം. സെൽ സൈക്കിളിന് 4 ഫേസസ് ആണ് ഉള്ളത്. G1 ഫേസ്, S ഫേസ്, G2 ഫേസ് ആൻഡ് M ഫേസ്. 4 ഫേസസ് ആണ് ഉള്ളത്. ഓക്കെ, ഈ ഒരു സീക്വൻസ് വളരെ കൺസേർവ്ഡ് ആണ്. ഈ ഒരു രീതിയിൽ തന്നെയാണ് എല്ലാ സെൽസിലും സെൽ സൈക്കിള് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ M phase we will get 2 daughter cells. നമുക്ക് 2 daughter cells കിട്ടും. ഈ ഡോട്ടർ സെൽസിന്റെ പ്രത്യേകത എന്താണ്, അവര് പാരന്റ് സെല്ലിന്റെ സെയിം തന്നെ DNA കണ്ടന്റ്
ഉള്ള അതായിരിക്കും. അതാണ് അതിന്റെ ആ ഒരു എന്താ പറയാ കൃത്യത എന്ന് പറയുന്നത്. ഓക്കെ, 2 ഡോട്ടർ സെൽസ് ആണ് നമുക്ക് ആഫ്റ്റർ എം ഫേസ് കിട്ടുന്നത്. ഇനി എന്തൊക്കെയാണ് അതിന്റെ സ്റ്റെപ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വന്നിട്ട് G1 ഫേസ്, ഗ്യാപ് ഫേസ്. ഓക്കെ, ഈ G1 ഫേസസിൽ എന്താ ചെയ്യുന്നത്? G1 ഫേസ് കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് ഫേസ് എന്താണ്? എസ് ഫേസ് ആണ് അല്ലെ. സോ എസ് ഫേസ് എന്ന് പറയുന്നത് DNA സിന്തസിസ് ആണ്. സോ DNA സിന്തസിസ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ DNA റെപ്ലിക്കേഷന് ഒരുപാട് എൻസൈംസും പ്രോട്ടീൻസും റിക്വയർഡ് ആണ് അല്ലെ. സോ ഓൾ ദാറ്റ് മെഷീനറീസ് ആർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് G1 ഫേസ്. ഓക്കെ, അതായത് DNA സിന്തസിസിന് വേണ്ട എല്ലാ പ്രോട്ടീൻസും എപ്പോഴാണ് സിന്തസൈസ് ചെയ്യുന്നത്? അറ്റ് G1 ഫേസ്. ഓക്കെ, G1 ഫേസ് ആണ്, ഗ്യാപ് ഫേസിലാണ് എസ് ഫേസിലേക്ക് വേണ്ട എല്ലാ പ്രോട്ടീൻസിന്റെയും സിന്തസിസ് നടക്കുന്നത്. ഓക്കെ, when cells have reached the appropriate size and have synthesized the required proteins, they enter the cell cycle by traversing a point in G1 known as start. എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ, എൻവയറമെന്റൽ കണ്ടീഷൻസും എല്ലാം ഓക്കെ ആണ്, പ്രോട്ടീൻസ് എല്ലാം ട്രാൻസ്ക്രൈബ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ they will switch to S phase. ആ പോയിന്റിനെയാണ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. സ്റ്റാർട്ട്, ഇത് ഈസ്റ്റിലാണ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. മാമൽസിൽ ഇതിനെ റെസ്ട്രിക്ഷൻ പോയിന്റ് എന്നാണ് പറയുന്നത്. റെസ്ട്രിക്ഷൻ പോയിന്റ്. ഓക്കെ, ഫ്രം G1 to S ലേക്കുള്ള ട്രാൻസിറ്റ് പോയിന്റിനെയാണ് restriction point or start എന്ന് പറയുന്നത്. Okay, once this point has been crossed, cells are committed to cell division. Okay, once this point has been crossed, cells are committed to cell division. Okay, ഇപ്പൊ നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു സെൽ കൾച്ചർ എടുത്തു കഴിഞ്ഞാൽ, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി സെൽസ് G1 ഫേസിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, G1 ഫേസിലായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് G1 ഫേസ് എസിലേക്ക് അവർ പോയിട്ടുണ്ടെങ്കിൽ they have to go through all other phase, അതായത് till M phase it have to move. ഇപ്പം ഈ ഒരു G1 ഫേസിന്ന് അത് എസ് ഫേസിലേക്ക് പോയി, എസ് ഫേസിലാണ് ന്യൂട്രിയൻ സ്കാർസിറ്റി വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും DNA ഡാമേജ് നടന്നത് ഒക്കെ ഉണ്ടെങ്കിലും they have to complete the M phase. M ഫേസിന് ശേഷം അഗെയിൻ അത് G1 പോയിട്ട് സെൽ അറസ്റ്റ് ചെയ്ത് ഇരിക്കും. അല്ലാതെ ഇൻ ബിറ്റ്വീൻ അതിന് സെൽ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഡാമേജോ അല്ലെങ്കിൽ ന്യൂട്രിയൻ സ്കാർസിറ്റിയോ അത്രയും സിവിയർ ആണെങ്കിൽ they will go for apoptosis. സോ G1 ഫേസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇറിവേഴ്സിബിൾ കമ്മിറ്റ്മെന്റ് ആണ്. they have to move till cell division. പിന്നെ വരുന്നത് എസ് ഫേസ് ആണ്. എസ് ഫേസ്, എസ് മീൻസ് സിന്തസിസ്, DNA സിന്തസിസ് അല്ലെ, റെപ്ലിക്കേഷൻ ആണ് നടക്കുന്നത് എസ് ഫേസ്. ഓക്കെ, the first step towards successful cell division is entry into the S phase. Okay, ഇവിടെ എന്താ സംഭവിക്കുക? ക്രോമസോംസ് റെപ്ലിക്കേറ്റ് ചെയ്യും. Then again G2 phase. G2 phase what they will do is, okay, DNA synthesis ഒരു എനർജി കൺസ്യൂമിങ് പ്രോസസ് ആണ് അല്ലെ. സോ അത് കഴിഞ്ഞിട്ട് അവര് ആ ഒരു എനർജി ഒരുപാട് യൂസ് ചെയ്തതല്ലേ. ആൻഡ് അഗെയിൻ ഇപ്പൊ മൈറ്റോസിസും അടുത്ത ഒരു ഹെക്ടിക് പ്രോസസ് ആണ്. സോ they will accumulate energy for the next phase, that is M phase. Okay, M phase ന് വേണ്ട പ്രോട്ടീൻസും എല്ലാം അവര് റെഡിയാക്കി വെക്കും, എനർജി ഒക്കെ റെഡിയാക്കി G2 phase ചെയ്യും. G2 ഫേസിൽ എത്തും. ഫ്രം G2 phase M ഫേസിലേക്ക് ട്രാൻസിറ്റ് ചെയ്യും. M ഫേസിൽ എന്താ ചെയ്യുക? മൈറ്റോസിസ് ഓർ മിയോസിസ് ട്ടോ, ഏത് വേണമെങ്കിലും. ഡിവിഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മൈറ്റോസിസ് ചെയ്തിട്ട് they will divide and we will get two daughter cells. Okay, ഇതാണ് 4 സ്റ്റേജ്, G1, S, G2 and M ഫേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൈറ്റോസിസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൈറ്റോസിസ് നമുക്ക് ഇൻ ജനറൽ ആയിട്ട് അറിയാം. പ്രോഫേസ്, മെറ്റാഫേസ്, അനഫേസ് ആൻഡ് ടീലോഫേസ് എന്ന് പറയാം. ഓക്കെ, അതിൽ ഓരോ സ്റ്റേജിലും ഓരോരോ പ്രോസസ് ആയിട്ടാണ് നടക്കുന്നത്. ഓക്കെ, ഇപ്പൊ പ്രോഫേസിൽ ആദ്യം, ഇപ്പം പ്രോഫേസ് എന്ന് പറയുന്നത് നമ്മൾ എസ് ഫേസ് കഴിഞ്ഞ്, എസ് ഫേസിൽ എന്താണ്? DNA റെപ്ലിക്കേഷൻ നടന്നു അല്ലെ. ഇപ്പൊ ക്രോമസോംസ് എല്ലാം റെപ്ലിക്കേറ്റ് ചെയ്തു, 2 കോപ്പി നമുക്ക് ഉണ്ട്. ഓരോ ക്രോമസോംസിന്റെയും 2 കോപ്പീസ് ഉണ്ട്. സോ നമുക്ക് പ്രോഫേസിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡെൻസ് ആയിട്ട് നമുക്ക് അവിടെ കാണാം എന്നല്ലാതെ ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. ബിക്കോസ് ഈച്ച് എന്താ പറയാ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആർ കമ്പൈൻഡ്, അതായത് ഒരു പ്രോട്ടീൻ അതിനെ അവരെ ജെൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഡ്യൂറിംഗ് പ്രോഫേസ് ദ ന്യൂക്ലിയർ എൻവലപ്പ് ബ്രേക്സ് ഡൗൺ, microtubule from the mitotic spindle apparatus and chromosome condense. At metaphase, attachment of chromosomes to microtubule via kinetochore is complete.
During anaphase, autoproteins and the shortening of spindle microtubule pull the sister chromatids toward opposite spindle pole. After chromosome movement to the spindle poles, chromosome decondense, cells reassemble nuclear membrane, then two daughter cells. Okay, cytokinesis കഴിയുമ്പോൾ നമുക്ക് രണ്ട് daughter cells കിട്ടും. സോ ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് മൈറ്റോസിസിനെ പറയുകയാണെങ്കിൽ ഉള്ളത്. ഓക്കെ, ഇന്റർഫേസിൽ ക്രോമസോം ഡ്യൂപ്ലിക്കേഷൻ നടക്കും. എന്നിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റഡ് ക്രോമസോമിനെ കൊഹെസിൻസ് ബൈൻഡ് ചെയ്ത് വെക്കും. ഓക്കെ, കൊഹെസിൻസ് അതൊരു പ്രോട്ടീൻ ആണ്. ഈ കൊഹെസിൻസ് എന്താണ്? സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെ ബൈൻഡ് ചെയ്ത് വെക്കും. ഓക്കെ, പിന്നെ എന്താ സംഭവിക്കുക? സെൻട്രോസോം ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങും. ഓക്കെ, ദെൻ സെൻട്രോസോം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും, ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. Then prophase. Prophaseൽ എന്താ സംഭവിക്കുക? Breakdown of interphase microtubule array and its replacement by mitotic asters. Mitotic aster separation, chromosome condensation, kinetochore assembly ഒക്കെ ആണ് prophase നടക്കുന്നത്. Okay. Then prometaphase. Nuclear envelope complete ആയിട്ട് പോയി. ഇപ്പൊ kinetochore assembly, അതായത് microtubules can attach with kinetochore because ആ nuclear envelope അവിടുന്ന് പോയി കഴിഞ്ഞു. And they will orient. Okay, orientation ആണ് ബൈ ഓറിയന്റഡ് എന്നാണ് പറയുന്നത്. ദെൻ മെറ്റാഫേസിൽ അവർ എന്ത് ചെയ്യും? മെറ്റാഫേസ് പ്ലേറ്റിൽ അലൈൻ ചെയ്യും. ഓക്കെ, ഇന്റർഫേസ് അതായത് നമുക്ക് എന്താ പറയാ, ഈ സെൻട്രോസോം എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെൻട്രോസോമിന്റെ കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അതായത് G1S5CDK ഉണ്ട്. അതായത് G1SCDK നമ്മൾ അതിന്റെ റെഗുലേഷൻ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾക്ക് മനസ്സിലായ CDKസും സൈക്ലിൻസ് ആണ് ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. G1S സൈക്ലിൻ CDKs ഉണ്ട്. അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് അവരാണ് സെൻട്രോസോം ഡ്യൂപ്ലിക്കേഷന് ട്രിഗർ ചെയ്യുന്നത്. ഓക്കെ, G1S CDKs വിൽ ട്രിഗർ ദി സെൻട്രോസോം ഡ്യൂപ്ലിക്കേഷൻ. സെൻട്രോസോം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് the duplicated centrosome separate as the cells enter mitosis in a process known as centrosome disjunction. Okay, centrosome disjunction. G1 phase തന്നെ അവര് സെപ്പറേറ്റഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട് സെൻട്രോസോം. അത് കഴിഞ്ഞ് M phase ആകുമ്പോഴത്തേക്കും അവര് രണ്ട് ഓപ്പോസിറ്റ് പോളില് എത്തും. ഇതിനെയാണ് നമ്മൾ സെൻട്രോസോം ഡിസ്ജങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മൂവ്മെന്റ് ചെയ്യുന്നത്, അതായത് സെൻട്രോസോമിനെ ഓപ്പോസിറ്റ് പോൾസിൽ എത്തിക്കുന്നത് മൈക്രോട്യൂബ്യൂൾസ് ആണ്. മൈക്രോട്യൂബ്യൂൾസ് ആർ ഹൈലി ഡൈനാമിക്. ഓക്കെ, ദേ വിൽ അവരാണ് എന്താ പറയാ ഈ ഡ്യൂപ്ലിക്കേറ്റഡ് സെൻട്രോസോമിനെ രണ്ട് പോൾസിലും എത്തിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഒരു വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ കോൺസെപ്റ്റ് ഒന്നും കൂടി നമുക്കത് ക്ലിയർ ആയിട്ട് തോന്നും. ഓക്കെ, ഈ ഒരു മൂവ്മെന്റ്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള സെൻട്രോസോമിനെ എക്സാക്ട് ഓപ്പോസിറ്റ് പോൾസിൽ പ്ലേസ് ചെയ്യുന്ന ആ ഒരു മൈക്രോട്യൂബിൾ ഡൈനാമിക് അല്ലെങ്കിൽ ആ ഒരു മൈക്രോട്യൂബിൾ മൂവ്മെന്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു മൂവ്മെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സെൻട്രോസോമിനെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് പോൾസിൽ അലൈൻ ചെയ്യുന്ന പ്രോട്ടീൻ മിസ്സിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ഈ പൊളാരിറ്റി ഉണ്ടാവില്ല. സോ അങ്ങനെ വരുന്ന സമയത്ത് ഈ എന്താ പറയാ ഈ ക്രോമസോംസിന്റെ ഈക്വൽ സെഗ്രിഗേഷനോ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് എക്സാക്ട് കോപ്പീസ് രണ്ട് സെൽസിലേക്ക് എത്തുന്ന പ്രോസസ് അവിടെ നടക്കില്ല. സോ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ഹാസ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ ഒരു ടോപ്പിക്കില് പൊതുവേ തന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണ്. അതായത് അവരൊരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് തന്നിട്ട് ഇങ്ങനെ ആണെങ്കിൽ വാട്ട് കുഡ് ബി ദ റിസൾട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടി, ആ ഒരു റിസൾട്ടിന്റെ കാരണം എന്തായിരിക്കും, അങ്ങനത്തെ ഒക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഭാഗത്തുനിന്ന് കൂടുതലും പ്രതീക്ഷിക്കാവുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കാര്യം മനസ്സിലാവും. ഓക്കെ, ദെൻ പ്രോഫേസ്. പ്രോഫേസ് എന്ന് പറയുന്നത് ഡ്യൂറിംഗ് ഇന്റർഫേസ് എന്താ സംഭവിച്ചത്? ദ പാർട്ട് ഓഫ് ദി സെൽ സൈക്കിൾ ബിറ്റ്വീൻ, അതായത് എം ഫേസിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. എം ഫേസിലെ ഫസ്റ്റ് ആണ് പ്രോഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യാ? അവിടെ ന്യൂക്ലിയർ എൻവലപ്പ് റിട്രാക്ട് ചെയ്യും. ഓക്കെ, ന്യൂക്ലിയർ എൻവലപ്പ് റിട്രാക്ട് ഇൻ ടു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇൻ മോസ്റ്റ് സെൽസ് ഫ്രം ഹയർ യൂക്കാരിയോട്സ്. ഓക്കെ, നമുക്കറിയാം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ന്യൂക്ലിയർ എൻവലപ്പ്. അപ്പൊ ന്യൂക്ലിയർ എൻവലപ്പ് ഡിസന്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും, ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങും. പിന്നെന്താണ്?
ഗോൾജി കോംപ്ലക്സ് ഒക്കെ വെസിക്കിൾ ആയിട്ട് മാറും. ഓക്കെ, ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ന്യൂക്ലിയർ എൻവലപ്പ് ഡിസിന്റിഗ്രേറ്റ് ചെയ്താലേ മൈക്രോട്യൂബ്യൂൾസിന് ക്രോമസോം അറ്റാച്ച്മെന്റ് പോസിബിൾ ആവുള്ളൂ. ഓക്കെ, നമുക്ക് സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യണ്ടേ? സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ മൈക്രോട്യൂബ്യൂൾസിന് ആക്സസ് ചെയ്യാൻ പറ്റണം. സോ ഈ ഒരു ആക്സസ് പോസിബിൾ ആക്കുന്നത് ന്യൂക്ലിയർ എൻവലപ്പ് എല്ലാം ഡീഗ്രേഡ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ കണ്ടു സിസ്റ്റർ ക്രോമാറ്റിഡ്സ് കൊഹെസിൻസ് എന്നുള്ള ഒരു പ്രോട്ടീൻ അവരെ ഹെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഡയഗ്രാം നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ക്രോമസോം എടുത്തു, അത് എസ് ഫേസിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ രണ്ട് സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെയും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോട്ടീൻ ആണ് കൊഹെസിൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇവര് ഇത്രയും ക്ലോസ് ചെയ്ത് ഇരിക്കുന്നത്. പക്ഷെ പ്രോഫേസിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടൻസേഷൻ നടക്കണ്ടേ, കൂടുതൽ കണ്ടൻസ്ഡ് ആവണ്ടേ DNA. ഇങ്ങനെയായിരിക്കും ഇന്റർഫേസിൽ ഉണ്ടാവുന്നത്. ഇന്റർഫേസിൽ DNA ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. രണ്ട് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് കൊഹെസിൻ ആയിരിക്കും ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. പ്രോഫേസിൽ എത്തുമ്പോഴത്തേക്കും ഈ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെൻട്രോമറിക് റീജിയനിൽ മാത്രമായിരിക്കും ആരുണ്ടാവുക? കൊഹെസിൻസ് ഉണ്ടാവുക. ഓക്കെ, ഈ ഭാഗത്തുള്ള സിസ്റ്റർ ക്രോമാറ്റിഡ്സിന്റെ ഈ ഭാഗത്തുള്ള കൊഹെസിൻസ് ഒക്കെ ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അവര് കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ കണ്ടൻസേഷൻ പോസിബിൾ ആക്കുന്ന പ്രോട്ടീൻ ആണ് കണ്ടൻസിൻ എന്ന് പറയുന്നത്. ഓക്കെ, കൊഹെസിൻസ് ആൻഡ് കണ്ടൻസിൻ. ഓക്കെ, ഇന്റർഫേസിൽ കൊഹെസിൻസ് എല്ലാ സ്ഥലത്തും ഉണ്ടാവും. പ്രൊഫേസ് ആകുമ്പോഴത്തേക്കും ബാക്കി ക്രോമാറ്റിഡ്സിലുള്ള കൊഹെസിൻസ് എല്ലാം ഡിറ്റാച്ച് ചെയ്തിട്ട് സെൻട്രോമിയറിക് റീജിയനിൽ മാത്രം കൊഹെസിൻസ് ഉണ്ടാവും. ഓക്കെ, ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു കൊഹെസിൻ എന്താണ്? ഒരു റെഗുലേറ്ററി പാർട്ടാണ്. അതായത് ഡ്യൂറിങ് അനാഫേസില് ഈക്വൽ അതായത് ക്രോമസോമിന്റെ സെഗ്രിഗേഷൻ ഈക്വൽ ആണെന്ന് എൻഷുർ ചെയ്തതിന് ശേഷം മാത്രമേ കൊഹെസിൻസ് ഡിറ്റാച്ച് ചെയ്ത് പോവുള്ളൂ. സോ ഇതൊരു റെഗുലേറ്ററി പാർട്ട് കൂടി ആണ്. ഓക്കെ, സോ അതിന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. ഈ പ്രൊഫേസിലാണ് കൈനറ്റോകോർ അസംബ്ലി നടക്കുന്നത്. കൈനറ്റോകോർ എന്ന് പറയുന്നത് ഒരു മൾട്ടിമറിക് പ്രോട്ടീൻ ആണ്. ഈ കൈനറ്റോകോർ സെൻട്രോമിയറിക് റീജിയനിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഈ കൈനറ്റോകോറിലേക്കാണ് മൈക്രോട്യൂബ്യൂൾസ് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, ഈ കൈനറ്റോകോറിലേക്കാണ് മൈക്രോട്യൂബ്യൂൾ അറ്റാച്ച്മെന്റ് നടക്കുന്നത്. ഓക്കെ, ഈ ഒരു ആക്ടിവിറ്റി എല്ലാം തന്നെ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് മൈറ്റോട്ടിക് സൈക്ലിൻ CDK കോംപ്ലക്സ് ആണ്. ഓക്കെ, ഈ കൈനറ്റോകോർ മൈക്രോട്യൂബ്യൂൾ അസംബ്ലി എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് മൈറ്റോട്ടിക് സൈക്ലിൻ CDK കോംപ്ലക്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് കൈനറ്റോകോറിന്റെ കുറച്ച് ഡീറ്റെയിൽസിൽ നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്രോമസോം. ഓക്കെ, ഈ ക്രോമസോമിന്റെ സെൻട്രോമറിക് റീജിയൻ ആണ്. സോ ഇത്രയും പോർഷൻ നമ്മളൊന്ന് സൂം ചെയ്യാണേ. ഇത്രയും പോർഷൻസ് നമ്മളൊന്ന് സൂം ചെയ്തെടുത്തു. ഓക്കെ, എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ കൈനറ്റോകോറിന് 3 പാർട്ട് ഉണ്ട്. ഒരു ഇന്നർ പ്ലേറ്റ്, ഒരു ഇന്റർ സോൺ, ഒരു ഔട്ടർ പ്ലേറ്റ്, പിന്നെ ഒരു ഫൈബ്രസ് കൊറോണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊട്രൂഷനും കാണാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഒരു പോർഷനെ നമ്മൾ ഒന്നും കൂടി സൂം ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we can see so many motor proteins are working over there. Okay, ഈ മൈക്രോട്യൂബ്യൂൾസിന് പൊളാരിറ്റി ഉണ്ടെന്ന് അറിയാം, പ്ലസ് എൻഡ് ആൻഡ് മൈനസ് എൻഡ്. പ്ലസ് എൻഡ് എപ്പോഴും ടുവേർഡ്സ് DNA ആയിരിക്കും, ടുവേർഡ്സ് സെൻട്രോമിയർ ആയിരിക്കും. ഓക്കെ, പ്ലസ് എൻഡ് ഓഫ് മൈക്രോട്യൂബ്യൂൾസ് വെർ സബ് യൂണിറ്റ്സ് ആർ ആഡഡ് ഓർ ലോസ്റ്റ്. ഓക്കെ, ഇവിടെ എപ്പോഴും പോളിമറൈസേഷൻ ഡീപോളിമറൈസേഷൻ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ പ്ലസ് എൻഡ് എപ്പോഴും എവിടെയായിരിക്കും? ടുവേർഡ്സ് സെൻട്രോമിയർ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ഈ ഫൈബ്രസ് കൊറോണ കണ്ടിട്ടില്ലേ? ഈ ഫൈബ്രസ് കൊറോണയിലാണ് എല്ലാ ഡൈനാക്റ്റിൻ പ്രോട്ടീൻസും അല്ലെങ്കിൽ മോട്ടോർ പ്രോട്ടീൻസും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഫൈബ്രസ് കൊറോണ ഈസ് ദി ഡോക്കിംഗ് സൈറ്റ് ഫോർ ഓൾ motor proteins. It is the docking site for all motor proteins. Okay, so kinetochore ഓരോ സിസ്റ്റർ ക്രോമാറ്റിഡ്സിന്റെ സെൻട്രോമിയറിക് റീജിയനിലും
കൈനറ്റോകോർ അസംബ്ലി പ്രോപ്പർ ആണ് എന്ന് എൻഷുർ ചെയ്യിക്കാനാണ് ഈ മോട്ടോർ പ്രോട്ടീൻസ് എല്ലാം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു മോട്ടോർ പ്രോട്ടീൻ അസംബ്ലി എവിടെയാണ്? ഫൈബ്രസ് കൊറോണയിലാണ്. ഫൈബ്രസ് കൊറോണ വിൽ ആക്ട് ആസ് ദി ഡോക്കിംഗ് സൈറ്റ് ഫോർ ഓൾ ദീസ് മോട്ടോർ പ്രോട്ടീൻസ്. ഓക്കെ, ഇതിന്റെ ഒരു വേറൊരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് എന്ന് മാത്രം. ഓക്കെ, ഇതാണ് സെൻട്രോമിയർ DNA. ഇവിടെ കൈനറ്റോകോർ പ്രോട്ടീൻ വരും. കൈനറ്റോകോർ പ്രോട്ടീനിലാണ് മൈക്രോട്യൂബ്യൂൾസ് അറ്റാച്ച് ചെയ്യുന്നത്. ഈ ഒരു എൻഡ് ആണ് പ്ലസ് എൻഡ്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് കൺഗ്രഷൻ ആണ്. അതായത് ക്രോമസോം കൺഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഈ ക്രോമസോംസ് എല്ലാം തന്നെ ഇപ്പൊ എന്താ പറയാ, ന്യൂക്ലിയർ എൻവലപ്പ് എല്ലാം ഡിസഇന്റിഗ്രേറ്റ് ചെയ്തെങ്കിലും ഈ ക്രോമസോംസ് ഒക്കെ അവിടെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഒരു ഈക്വൽ സെഗ്രിഗേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു അലൈൻ ദം ഇൻ എ സെയിം പ്ലേറ്റ്. അതിനാണ് നമ്മൾ മെറ്റാഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. സോ ഈ മെറ്റാഫേസ് പ്ലേറ്റിലേക്ക് ഓരോ ക്രോമസോമിനെയും പ്രോപ്പർ ആയിട്ട് എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ക്രോമസോം ക്യാപ്ചർ ആൻഡ് കോൺഗ്രഷൻ എന്ന് പറയുന്നത്. ഇത് പ്രോ മെറ്റാഫേസിലാണ് നടക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് അതിന്റെ സ്റ്റെപ്പ് എന്ന് നോക്കാം. In the first stage of prometaphase, chromosomes become attached either to the end of microtubule or to the side of a microtubule. Okay, എന്ത് സംഭവിക്കും? ഈ മൈക്രോട്യൂബ്യൂൾസ് ഒന്നുകിൽ കൈനറ്റോകോറിൽ അറ്റാച്ച് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ സൈഡിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഈ മൈക്രോട്യൂബ്യൂൾസ് ക്രോമസോമിനെ ക്യാപ്ചർ ചെയ്യുന്നത്. ഓക്കെ, the chromosome is then drawn toward the spindle pole by dynein dynating that becomes associated with one of the kinetochores of chromosome and move towards minus end of the microtubule. Okay, ഇത് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ മൈക്രോട്യൂബ്യൂൾ അറ്റാച്ച് ചെയ്തത് കൈനറ്റോകോറിലേക്കാണെന്നുണ്ടെങ്കിൽ മൈക്രോട്യൂബിളിന്റെ നെഗറ്റീവ് സൈഡ് ഇതാണ് മൈനസ് എൻഡ്, ഇതാണ് പ്ലസ് എൻഡ് എന്ന് വെക്കും. ഓക്കെ, സോ ഈ ഡൈനിൻ ഡൈനാറ്റിക് കോംപ്ലക്സ്, ഈ കോംപ്ലക്സ് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ പുൾ അതിനെ ഈ ഒരു സൈഡിലേക്ക്, അതിന്റെ നെഗറ്റീവ് സൈഡിലേക്ക് അതിനെ പുൾ ചെയ്ത് കൊണ്ടുപോകും. അതിന്റെ നെഗറ്റീവ് എൻഡിലേക്ക്, നെഗറ്റീവ് എൻഡ് ഓഫ് ദി മൈക്രോട്യൂബ്യൂളിലേക്ക് കൈനറ്റോകോർ അതിനെ മൂവ് ചെയ്യും. ഓക്കെ, eventually a microtubule from the opposite poles find and become attached to the free kinetochore. Okay, ഇപ്പൊ ഇത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൈനറ്റോകോറിന്റെ ഒരു, അതായത് ഇത് രണ്ടുണ്ട്, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ടല്ലോ. ഒരു സിസ്റ്റർ ക്രോമാറ്റിഡിന്റെ കൈനറ്റോകോറിലെ മൈക്രോട്യൂബ്യൂൾ അസംബ്ലി ചെയ്തിട്ടുള്ളൂ, മറ്റേ സൈഡ് ഫ്രീ ആണ്. ഓക്കെ, അപ്പൊ മറ്റേ സൈഡിലേക്കും എന്ത് വേണം? അറ്റാച്ച്മെന്റ് ചെയ്യണം അല്ലെ. അപ്പൊ ഈ ഒരു ഇങ്ങനെ ഒരു രീതിയിലുള്ള അറ്റാച്ച്മെന്റ് നമുക്ക് എൻഷുർ ചെയ്യണം. സോ ആ ഒരു അറ്റാച്ച്മെന്റ് എൻഷുർ ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് CENPE കൈനസിൻ 7. ഓക്കെ, കൈനസിൻ 7 ആണ്, കൈനസിൻ 7 ആണ് ആ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള മൈക്രോട്യൂബ്യൂൾസിനെയും കൂടി അറ്റാച്ച്മെന്റ് എൻഷുർ ചെയ്യുന്നത്. ഓക്കെ, the bi-oriented chromosomes then move to a central point between the spindle poles in a process known as chromosome congregation. Okay, so ipo ingane chromosomes iതൊരു chromosome അതിന്റെ duplicated sister chromatids ആണ്. So ഇതിന് ഇവിടെ രണ്ട് കൈനറ്റോകോർസ് ഉണ്ട്. സോ ഒരു കൈനറ്റോകോറിൽ മാത്രമാണ് മൈക്രോട്യൂബിൾ അറ്റാച്ച്മെന്റ് നടന്നത്. സോ അത് നെഗറ്റീവ് സൈഡിലേക്ക് അതിനെ മൂവ് ചെയ്ത് കൊണ്ടുപോകും. Okay, so it will reach here. അപ്പൊ ഓപ്പോസിറ്റ് സൈഡിലും എന്താണ് പറയാ, ഇതുണ്ട് അല്ലെ, മൈക്രോട്യൂബ്യൂൾസ് വരുന്നുണ്ട്. അങ്ങനെ അവര് വന്നിട്ട് എന്ത് ചെയ്യും? അടുത്ത, അതായത് ഈ ഫ്രീ ആയിട്ടുള്ള കൈനറ്റോകോറിലും അറ്റാച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ എന്ത് പറ്റി? രണ്ട് സൈഡിലും അറ്റാച്ച്മെന്റ് ആവും. ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് മൂവ് ചെയ്ത് അതിനെ പ്രോപ്പർ ആയിട്ട് ആ മെറ്റാഫേസ് പ്ലേറ്റിൽ അതിനെ അലൈൻ ചെയ്യിക്കും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ കൺഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള മോട്ടോർ പ്രോട്ടീൻ ആണ് ഡൈനിൻ ഡൈനാക്റ്റിൻ. അതായത് ഫസ്റ്റ് മൈക്രോട്യൂബ്യൂൾ കൈനറ്റോകോറിനെ ഇഫ് ദേ കം അക്രോസ് വൺ കൈനറ്റോകോർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മൈനസ് എൻഡിലേക്ക് പുൾ ചെയ്യുന്നതാണ് ഡൈനിൻ ഡൈനാറ്റിൻ കോംപ്ലക്സ്. ഓക്കെ, പക്ഷെ ഫ്രീ ആയിട്ടുള്ള ഒരു കൈനറ്റോകോർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടേക്ക് അടുത്ത മൈക്രോട്യൂബ്യൂളിനെ എത്തിക്കുന്നത് ആരാണ്? കൈനസിൻ 7 ആണ്. അങ്ങനെയാണ് ഒരു പ്രോപ്പർ കൈനറ്റോകോർ അസംബ്ലി അവിടെ പോസിബിൾ ആവുന്നത്.
Okay. Note that during these steps, chromosome arms point away from the closest spindle pole. This is due to chromokinesin kinesin 4 motors on the chromosome arm moving toward the placenta. ഈ chromosome arms ലുള്ള kinesin 4 എന്ത് വെച്ചാൽ will create a bend. Okay. ഇങ്ങനെ ഒരു ബെൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്രോമസോം ആണെന്ന് വിചാരിക്കും, അത് കുറച്ചിങ്ങനെ ഒരു ബെൻഡ് ആവുന്ന സമയത്ത് ഈ ഒരു എന്താ പറയാ കൈനറ്റോകോർ കുറച്ചും കൂടി ഈസി ആയിട്ട് മൈക്രോട്യൂബ്യൂൾസിന് അറ്റാച്ച് ചെയ്യാൻ ആക്സസിബിൾ ആവും അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോട്ടീൻസ് ഈ ക്രോമസോം ആമിനെ ഒന്ന് ബെൻഡ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ബെൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ മൈക്രോട്യൂബ്യൂൾസിന് എക്സാക്ട്ലി എന്താ പറയാ കൈനറ്റോകോറിൽ തന്നെ അസംബിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പ്രോട്ടീൻസ് അവിടെ വർക്ക് ചെയ്യുന്നത്. Concussion involves bidirectional oscillation of chromosomes with one set of kinetochore microtubules shortening on one side of the chromosomes and the other set lengthening on the other. Okay, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഇത് നമ്മുടെ ക്രോമസോം ആണ്, ഡ്യൂപ്ലിക്കേറ്റഡ് ക്രോമസോം ആണ്. ഫസ്റ്റ് തന്നെ ഈ ഇവിടുന്ന് വന്ന മൈക്രോട്യൂബ്യൂള് ഈ കൈനറ്റോകോറിൽ അസംബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഗ്രാജുവലി ഇങ്ങോട്ടേക്ക് അതിനെ മൈനസ് എൻഡിലേക്ക് പുള്ളി ചെയ്യും. ഇത് മൈനസ് എൻഡ്, ഇത് പ്ലസ് എൻഡ്. മൈനസ് എൻഡിലേക്ക് പുള്ളി ചെയ്യുന്ന സമയത്ത് ഇത് വന്നിട്ട് ഇവിടെ വന്ന് ഓറിയന്റഡ് ആയി. ഓക്കെ, പക്ഷെ നമ്മളെ മെറ്റാഫേസ് പ്ലേറ്റ് വന്നിട്ട് ഇതാന്ന് വിചാരിക്കും, ഇതാണ് നമ്മുടെ പോയിന്റ്, നമുക്ക് ഇവിടെയാണ് എത്തേണ്ടത്. ദെൻ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വന്ന് ഞാൻ ഒന്ന് വളച്ച് വരയ്ക്കുകയാണെ, ഈ സൈഡിൽ നിന്ന് വന്ന് കൈനറ്റോകോർ ഈ മൈക്രോട്യൂബ്യൂൾ ഈ ഫ്രീ കൈനറ്റോകോറിൽ അറ്റാച്ച് ചെയ്തു. ത്രൂ കൈനസിൻ 7 ആണ് അത് പോസിബിൾ ആക്കുന്നത്. അപ്പൊ കറക്റ്റ് ഒരു ഇൻടാക്ട് ആയിട്ടുള്ള കൈനറ്റോകോർ അസംബ്ലി അവിടെ നടന്നു. പക്ഷെ വി ഹാവ് ടു മൂവ് ടു ഹിയർ അല്ലെ. ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇത് ഗ്രാജുവലി ഡീപോളിമറൈസും ചെയ്യണം, ഇത് പോളിമറൈസും ചെയ്യണം. എന്നാലേ ഇതിങ്ങനെ നീങ്ങി കറക്റ്റ് ആയിട്ട് ഈ ഒരു മെറ്റാഫേസ് പ്ലേറ്റിൽ അലൈൻഡ് ആവുള്ളൂ. ഓക്കെ, സോ അപ്പൊ ചില കൈനറ്റോകോർ ഡീപോളിമറൈസും ചെയ്യും, ചിലത് പോളിമറൈസും ചെയ്താണ് കറക്റ്റ് ആ മെറ്റാഫേസ് പ്ലേറ്റിൽ വന്നിട്ട് ഇതെല്ലാം അലൈൻഡ് ആവുന്നത്. ഓക്കെ, സോ ഈ ഒരു പ്രോട്ടീൻ ഡൈനാമിക്സ് അല്ലെങ്കിൽ എന്താ മൈക്രോട്യൂബ്യൂൾസ് ഡൈനാമിക്സ് ആണ് ഈ ക്രോമസോം കോൺഗ്രഷൻ പോസിബിൾ ആക്കുന്നത്. ഇനി വന്നിട്ട് ഒരു പ്രോട്ടീന്റെയും കൂടി അല്ലെങ്കിൽ ഒരു കൈനേസിന്റെയും കൂടി ആക്ടിവിറ്റി നമുക്കുണ്ട്. ഓക്കെ, chromosomal passenger complex CPC എന്ന് പറയും. chromosomal passenger complex associated with the inner kinetochore keeps microtubule attachment weak by the activity of its kinase compound Aurora B. അതായത് ഇതിനൊക്കെ നമ്മൾ പറഞ്ഞു, നമ്മളുടെ അൾട്ടിമേറ്റ് ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we have to ensure both the sister chromatids are attached with the kinetochore. ഈക്വൽ ആയിട്ടുള്ള കൈനറ്റോകോർ അസംബ്ലി അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൈനറ്റോകോർ അസംബ്ലി we have to ensure. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സൈഡ് മാത്രമാണ് അറ്റാച്ച് ചെയ്തതെന്ന് വിചാരിക്കും. ഇപ്പൊ ഇത് അറ്റാച്ച് ചെയ്തിട്ടില്ല, ലെറ്റ് മീ റേസ് ഇറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, നമ്മളുടെ കയ്യിൽ ഒരു ക്രോമസോം ഉണ്ട്, അത് ഡ്യൂപ്ലിക്കേറ്റഡ് ആണ്, ഇത് അതിന്റെ സിസ്റ്റർ ക്രോമാറ്റിഡ് ആണ്. ഇവിടെ ഈ സൈഡിൽ കൈനറ്റോകോർ അസംബ്ലി നടന്നിട്ടുണ്ട്, ഈ സൈഡ് ഇപ്പോഴും ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് ഈ സൈഡും കൂടി അറ്റാച്ച്മെന്റ് വന്നാൽ മാത്രമേ ആ പ്രോസസ്സ് പ്രോപ്പർ ആവുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു സൈഡ് മാത്രം അറ്റാച്ച്ഡ് ആയിട്ട് സെൽ ഡിവിഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ക്രോമസോം നമ്പർ ചേഞ്ച് ചെയ്യും. ചില ക്രോമസോംസ്, അതായത് ഈ ഒരു ഇത് 2 കോപ്പി കിട്ടുന്ന സെല്ലില് ക്രോമസോം നമ്പർ കൂടുതലായിരിക്കും, കിട്ടാത്ത സെല്ലിന് ക്രോമസോം നമ്പർ കുറവായിരിക്കും. പ്ലോയിഡി ലെവലൊക്കെ ചേഞ്ച് ആവും. അതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ചെക്ക് പോയിന്റ്സ് ആണ്. അതിലൊന്നാണ് അറോറ ബി കൈനേസ് എന്ന് പറയുന്നത്. അറോറ ബി കൈനേസ് ഈ CPCയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സെൻട്രോമിയർ ഈ റെഡ് ബോൾ ഉള്ളതാണ് നമ്മൾ അറോറ ബി കൈനേസ് എന്ന് പറയുന്നത്. ഈ അറോറ ബി കൈനേസിന്റെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്, കൈനറ്റോകോർ പ്രോട്ടീൻ ആണ്. കൈനറ്റോകോർ പ്രോട്ടീനെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്രോമസോമിന്റെ ഒരു സൈഡിൽ മാത്രമേ കൈനറ്റോകോർ അസംബ്ലി നടന്നിട്ടുള്ളൂ. ഓക്കെ, ഇങ്ങനെ തന്നെ ഇതിനെ ഫുൾ ആയിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്ത് ഒരു പ്ലോയിഡി ചേഞ്ച് വരുത്താതിരിക്കാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ഇവിടെയുള്ള അറോറ ബി
ഈ കൈനറ്റോകോർ പ്രോട്ടീനെ ഫോസ്ഫോറിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ബിക്കോസ് ഓഫ് ദിസ് ഫോസ്ഫോറിലേഷൻ അവിടെ എന്താണ്, ഒരു വീക്ക് ഇന്ററാക്ഷൻ ആണ്, അതായത് മൈക്രോട്യൂബുൾ കൈനറ്റോകോർ ഒരു വീക്ക് ഇന്ററാക്ഷൻ അവിടെ ഉണ്ടാവും. ഒരു വീക്ക് ഇന്ററാക്ഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് പറ്റി, നമ്മളുടെ ഈ സൈഡിലും മൈക്രോട്യൂബ്യൂൾ കൈനറ്റോകോറിൽ അറ്റാച്ച് ചെയ്തു. ഓക്കെ, ഇങ്ങനെ അറ്റാച്ച് ചെയ്ത സമയത്ത് അതെന്താണ്, പ്രോപ്പർ അറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ക്രിയേറ്റ് എ ടെൻഷൻ ഇല്ലേ. നമ്മൾ ഒരാളെ രണ്ട് സൈഡിലേക്ക് ഈക്വൽ ആയിട്ട് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ, അപ്പൊ ഒരു ചെറിയൊരു അനക്കം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ലേ. അങ്ങനെ നീങ്ങുന്ന സമയത്ത് എന്ത് പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറോറ ബി കൈനേസ് സെപ്പറേറ്റഡ് ആവും. അറോറ ബി കൈനേസിന് എന്ത് പറ്റും, അതിന്റെ സബ്സ്ട്രേറ്റ് എന്താണ്, കൈനറ്റോകോർ പ്രോട്ടീൻ ആണ്. ആ കൈനറ്റോകോർ പ്രോട്ടീനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യാൻ പറ്റാതാവും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ മൈക്രോട്യൂബ്യൂളും കൈനറ്റോകോറും തമ്മിൽ ഒരു സ്ട്രോങ് ഇന്ററാക്ഷൻ അല്ലെങ്കിൽ അതിന്റെ മോർ അക്യുറേറ്റ് ആയിട്ട് അതിനെ ഒരു സ്റ്റേബിൾ ഇന്ററാക്ഷൻ അവിടെ സംഭവിച്ചു. ഓക്കെ, സോ അൺടിൽ ആൻഡ് അൺലെസ് ബോത്ത് ദ കൈനറ്റോകോർ അറ്റാച്ച്, അത് വരുന്നവരെ അറോറ ബി കൈനറ്റോകോർ പ്രോട്ടീനെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ഒരു വീക്ക് ഇന്ററാക്ഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പ്രോപ്പർ അറ്റാച്ച്മെന്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ആ അറോറ ബി കൈനേസ് കാൺട്ട് ഫോസ്ഫോറിലേറ്റ് ദി കൈനറ്റോകോർ പ്രോട്ടീൻ. ഓക്കെ, അപ്പം അവിടെ ഒരു സ്റ്റേബിൾ എന്താ പറയാ ടെൻഷൻ അല്ലെങ്കിൽ സ്റ്റേബിൾ സ്ട്രക്ചർ അവിടെ വന്നു. ഓക്കെ, അങ്ങനെയാണ് അറോറ ബി കൈനേസിന്റെ ആക്ടിവിറ്റി പറയുന്നത്. ഇനി വന്നിട്ട് പ്രോമെറ്റാഫേസ്. Promethaphase is initiated by the breakdown of the nuclear envelope and its retraction into the endoplasmic reticulum, the disassembly of nuclear pores and disassembly of the lamin-based nuclear lamina. Okay, ഇതൊക്കെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാം. Okay, microtubules assembled from the spindle pores search for and capture chromosome pairs by associating with their kinetochores. Each chromatid has a kinetochore, so a sister chromatid pair has two kinetochores, each of which becomes attached through the microtubules to a different spindle pole during prometaphase in a critical process. Okay, prometaphase le ipo itrayum കാര്യങ്ങളൊക്കെ വന്നു, kinetochore microtubule proper assembly നടന്നു, അവര് ഇനി മെറ്റാഫേസ് പ്ലേറ്റിൽ അലൈൻഡ് ആവുകയാണ് ചെയ്യുന്നത്. The chromosome pairs then become aligned at a point equidistant between the two spindle poles. Prometaphase continues until all chromosomes have become aligned, at which point the cell enters the next stage, metaphase. നമ്മൾ കണ്ടില്ലേ ഈ മൈക്രോട്യൂബ്യൂൾസിന്റെ പോളിമറൈസേഷൻ ഡീപോളിമറൈസേഷൻ കാരണം എല്ലാ ക്രോമസോംസും ഈ മെറ്റാഫേസ് പ്ലേറ്റിൽ ഈക്വൽ ആയിട്ട് അലൈൻ ചെയ്തു. അപ്പൊ ഈ ഒരു ഈക്വി ഡിസ്റ്റൻസിലാണ് ഇതെല്ലാം അലൈൻഡ് ആയിരിക്കുന്നത്. ഇനി നമുക്ക് മൈക്രോ സ്പിൻഡിൽസിനെ പറ്റി മൈറ്റോട്ടിക് സ്പിൻഡിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ three different kinds of microtubules are present: kinetochore microtubules, polar microtubules and aster microtubules. Kinetochore microtubules എന്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, അവരെന്താ ചെയ്യുക, അവരാണ് നമ്മളെ kinetochore assembly നടക്കുന്നത്. ഓക്കെ, ആ അറ്റാച്ച്മെന്റ് ആണ് പ്രോപ്പർ സെഗ്രിഗേഷന്റെ റീസൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഉണ്ട് ഈ ഓറഞ്ച് കളറിൽ വെച്ചിരിക്കുന്നതാണ് പോളാർ മൈക്രോട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. പോളാർ മൈക്രോട്യൂബ്യൂൾസ് ക്രോമസോമായിട്ട് അറ്റാച്ച്മെന്റ് ഒന്നും നടത്തുന്നില്ല, പക്ഷെ അവരെന്ത് ചെയ്യും, അവർ വന്നിട്ട് മിഡ് പോയിന്റിൽ ഇങ്ങനെ ഒരു ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടു മെയിൻറ്റെയിൻ ദി ഈക്വി ഡിസ്റ്റൻസ്, അതായത് രണ്ട് സെൻട്രിയോൾസും തമ്മിലുള്ള ഡിസ്റ്റൻസും അല്ലെങ്കിൽ ഇത് ഓവറോൾ സെല്ലിന്റെ ഇങ്ങനെ ഒരു വിഡ്ത്തും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോളാർ മൈക്രോട്യൂബ്യൂൾസ് വർക്ക് ചെയ്യുന്നത്. Then aster microtubules. The aster microtubules extended from the spindle poles to the cell cortex. By interacting with the cortex, the aster microtubules perform the critical function of orientation. അതായത് ആസ്ട്രൽ മൈക്രോട്യൂബ്യൂൾസ് ആണ് ഈ സെൻട്രിയോൾസിന്റെ ഓറിയന്റേഷൻ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് കറക്റ്റ് ആയിട്ട് ഈ രണ്ട് സെൻട്രിയോൾസും ഓപ്പോസിറ്റ് എക്സാക്ട് ഓപ്പോസിറ്റ് സൈഡിൽ അലൈൻ ചെയ്താൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെഗ്രിഗേഷൻ പോസിബിൾ ആവുള്ളൂ. സോ ആസ്റ്റർ മൈക്രോട്യൂബ്യൂൾസ് വിൽ എൻഷുർ ദാറ്റ് ബോത്ത് ദ സെൻട്രിയോൾസ് ആർ ഓറിയന്റഡ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, അങ്ങനെ മൂന്ന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൈറ്റോട്ടിക് സ്പിൻഡിൽസ് ആണ് നമുക്ക് ഉള്ളത്. ഇതിന്റെ പൊളാരിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോട്യൂബ്യൂൾസിന്റെ ടുവേർഡ്സ് ദി ക്രോമസോമിനെയാണ് പ്ലസ് എൻഡ് എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് എൻഡ് ഈസ്
മൈനസ് എൻഡ്. സോൺ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയും. പോളാർ മൈക്രോട്യൂബ്യൂൾസ് ഓവർലാപ്പ് ചെയ്യുന്നതിനെയാണ് സോൺ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇത് കൈനറ്റോകോർ ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ കൈനറ്റോകോർ മൈക്രോട്യൂബ്യൂൾസ് എന്ന് പറയുന്നു. ഈ ഒരു സ്മോൾ ട്യൂബ്യൂൾസ് ആണ് ആസ്റ്റർ മൈക്രോട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്, ട്യൂബുലിൻ ഫ്ലക്സ് എക്സ്പെരിമെന്റ് എന്നാണ് ഇതിന് പറയുന്നത്. ട്യൂബുലിൻ ഫ്ലക്സ് എക്സ്പെരിമെന്റിൽ എന്താ ചെയ്യുന്നത് വെച്ചാല്, ഈ ട്യൂബുലിൻസ് പ്രോട്ടീൻസ്, ഒബ്വിയസ്ലി ദേ ആർ പ്രോട്ടീൻസ്, അതിനെ നമ്മൾ റേഡിയോ ലേബൽ ചെയ്യും. റേഡിയോ ലേബൽ ചെയ്തിട്ട് ആ റേഡിയോ ആക്ടിവിറ്റി നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത്, റേഡിയോ ആക്ടിവിറ്റി നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ്. അതായത് ക്രോമസോം ഇരിക്കുന്ന മെറ്റാഫേസ് പ്ലേറ്റിലെ ക്രോമസോമിന്റെ ഏരിയയിലാണ് റേഡിയോ ലേബലിംഗ് അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി ഈ പ്ലസ് എൻഡിലാണ് എന്ത് നടക്കുന്നത്, പോളിമറൈസേഷൻ നടക്കുന്നത്. റേഡിയോ ലേബൽഡ് ട്യൂബുലിൻ പോളിമറൈസേഷൻ അറ്റ് ദി പ്ലസ് എൻഡ്. പ്ലസ് എൻഡിലാണ് പോളിമറൈസേഷൻ നടക്കുന്നത്. ഓക്കെ, ഡീപോളിമറൈസേഷൻ അറ്റ് മൈനസ് എൻഡ്. ഓക്കെ, എന്തിനാ ഡീപോളിമറൈസേഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ഈക്വൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പോളിമറൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് ഡീപോളിമറൈസ് ചെയ്തുകൊണ്ടിരിക്കും. അത് ആ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ആഫ്റ്റർ സം ടൈം നമുക്ക് റേഡിയോ ആക്ടിവിറ്റി ആദ്യം നമുക്ക് ഇവിടെ തുടങ്ങി അല്ലെ, ഇവിടെയാണ് നമുക്ക് ഫസ്റ്റ് റേഡിയോ ആക്ടിവിറ്റി കിട്ടിയത്. ഗ്രാജുവലി അത് എന്ത് ചെയ്യും, നമുക്ക് ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ഈ സൈഡിലേക്കൊക്കെ ആ റേഡിയോ ആക്ടിവിറ്റി കിട്ടിക്കൊണ്ടിരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ ഒരു പോയിന്റിലാണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഈ ഒരു പോയിന്റിൽ നിന്നാണ് അത് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് ട്യൂബുലിൻ ഫ്ലക്സ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വലി ഇത് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അത്ര നമ്മൾ പറയുന്ന അത്ര എളുപ്പമൊന്നുമല്ല. ഓക്കെ, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ലേബൽ മൈക്രോട്യൂബ്യൂൾസ് ബിക്കോസ് ഒരുപാട് മൈക്രോട്യൂബ്യൂൾസ് നമ്മളിപ്പോ ഈ ഒരു ഡയഗ്രം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. സി ദിസ് ഈസ് ദി മൈക്രോട്യൂബ്യൂൾസ്. ഇങ്ങനെ ഒരു ഹെയറി ആയിട്ട് കാണുന്നതാണ് മൈക്രോട്യൂബ്യൂൾസ്. സോ പെർട്ടിക്കുലർ ആയിട്ട് നമുക്ക് ഇതിനെ ലേബൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു റേഡിയോ ആക്ടിവിറ്റി ഡിറ്റക്ട് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ സയന്റിസ്റ്റുമാര് എങ്ങനെയാണ് അവരത് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആവറേജ് വാല്യൂ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. റിസർച്ചേഴ്സ് എന്താ ചെയ്തെന്ന് they introduce fluorescently labeled tubulin into cells, okay, which becomes incorporated randomly into all microtubules. They then എന്ത് ചെയ്തു, അവര് ബ്ലീച്ച് ചെയ്തു. ആ ഫ്ലൂറസെന്റ് ലേബലിനെ അവര് ബ്ലീച്ച് ചെയ്തു. പ്രോസസ്സിനെയാണ് നമ്മൾ ഫ്രാപ്പ് എന്ന് പറയും. നമ്മള് ഫ്രാപ്പ്, ഫ്ലൂറസെന്റ് റിക്കവറി ആഫ്റ്റർ ഫോട്ടോ ബ്ലീച്ചിങ്, ഫ്രാപ്പ്. അവര് ഫ്ലൂറസെന്റ് ലേബൽ ചെയ്തിട്ടുള്ള ആ റീജിയനെ കുറച്ചു നേരം അവര് ബ്ലീച്ച് ചെയ്യും. ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യും. വീണ്ടും ആ ഒരു റേഡിയോ ലേബലിംഗ് തിരിച്ചു വരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അത് അവര് നോട്ട് ചെയ്യും. അങ്ങനെയാണ് ത്രൂ ദിസ് ഫ്രാപ്പ് മെത്തേഡ് ദേ ഹാവ് ഡിസ്കവേർഡ് ദിസ് ട്യൂബുലിൻ ഫ്ലക്സ്. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു എക്സ്പെരിമെന്റ് സത്യത്തിൽ അവർ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്ലസ് എൻഡിലാണ് എപ്പോഴും പോളിമറൈസേഷൻ നടക്കുന്നത്, മൈനസ് എൻഡിൽ എപ്പോഴും ഡീപോളിമറൈസേഷൻ ആണ് നടക്കുന്നത്. ഈ പൊളാരിറ്റി നിങ്ങൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് വന്നിട്ട് അനാഫേസ്. അനാഫേസിൽ എന്താ ചെയ്യുക, ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റഡ് ആവും. ഓക്കെ, ഈക്വൽ അവർ കറക്റ്റ് മെറ്റാഫേസിൽ അറേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അനാഫേസിൽ അവര് എന്താ പറയാ, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് separated out. They are initially pulled by microtubules toward the spindle pole and are then further separated as the spindle poles move away from each other. Okay, so ഈ ഒരു മൈക്രോട്യൂബ്യൂൾസ് ഇവിടെ ഡീപോളിമറൈസേഷൻ ചെയ്യുമ്പോൾ ഗ്രാജുവലി ഇത് എന്ത് ചെയ്യും, രണ്ട് സൈഡിലേക്ക് ആയിട്ട് അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു അനാഫേസ് പ്രോസസ്സ് ഒരു റെഗുലേറ്ററി സ്റ്റെപ്പാണ്. ഓക്കെ, APC, അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഈ ഒരു സ്റ്റെപ്പിൽ ഇൻവോൾവ് ആണ്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞൊരു കാര്യം എന്താണ്, നമ്മളെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെൻട്രോമിയറിക് റീജിയനിൽ ആരുണ്ട്, ഇപ്പോഴും കൊഹെസിൻ ഉണ്ട് അല്ലെ. ആ കൊഹെസിൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുൾ ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേഷൻ നടക്കുമോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യണം, ഈ കൊഹെസിനെ റിമൂവ് ചെയ്യണം. കൊഹെസിനെ എപ്പോ റിമൂവ് ചെയ്യണം, ഈ രണ്ട് സിസ്റ്റർ ക്രോമാറ്റിഡ്സിന്റെയും കൈനറ്റോകോർ അസംബ്ലി പ്രോപ്പർ ആണെന്ന് എൻഷുർ ചെയ്യണം.
ഓക്കെ. അങ്ങനെ കൈനറ്റോകോർ അസംബ്ലി പ്രോപ്പർ ആവുന്ന സമയത്ത് CDC20 എന്നുള്ള ഒരു കോഫാക്ടർ റിലീസ് ആവും. ഈ CDC20 APC ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് ആക്റ്റീവ് ആവും. APC ഇപ്പം ആക്റ്റീവ് ഫോമിലാവും. അതായത് APCക്ക് ഒറ്റയ്ക്ക് ഇനാക്റ്റീവ് ആണ്. ഓക്കെ. അതിന് ആക്ടിവിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് കമ്പൈൻ വിത്ത് CDC20. CDC20 എപ്പോഴാണ് വരുന്നത്? കൈനറ്റോകോർ അസംബ്ലി പ്രോപ്പർ ആണെന്ന് എൻഷുർ ചെയ്യുന്ന സമയത്ത് CDC20 വിൽ കം ആൻഡ് ഇറ്റ് വിൽ ബൈൻഡ് വിത്ത് APC. APC എന്ത് ചെയ്യും? APC ശരിക്കും എന്താണ്? ഇറ്റ്സ് എ യൂബിക്വിറ്റിൻ ലിഗേസ്. അതായത് യൂബിക്വിറ്റിൻ ടാഗ് കൊടുക്കും. യൂബിക്വിറ്റിൻ ടാഗ് കൊടുക്കുന്ന സമയത്ത് അത് എന്തിനാണ് കൊടുക്കുന്നത്? സെക്യൂരിനാണ് കൊടുക്കുന്നത്. അപ്പൊ സെക്യൂരിൻ പ്രോട്ടിയാസോം ഡീഗ്രഡേഷനിലേക്ക് പോകും. അപ്പൊ ഇവിടെ ഡയഗ്രത്തിൽ കൊടുത്തിട്ടില്ല. സെക്യൂരിൻ പോകുന്ന സമയത്ത് സെപ്പറേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈം ഉണ്ട്. സെപ്പറേസ്, ഇറ്റ്സ് എ പ്രോട്ടിയോലിറ്റിക് എൻസൈം. സെപ്പറേസ് ഫ്രീ ആവും. ഈ സെപ്പറേസ് പോയിട്ട് കോഹെസിനെ ക്ലീവ് ചെയ്യും. അങ്ങനെ അനാഫേസ് പ്രൊമോട്ട് ചെയ്യും. ഇങ്ങനെയാണ് അനാഫേസിന്റെ റെഗുലേഷൻ നടക്കുന്നത്. ഓക്കെ. APC അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സ്. ഓക്കെ. ഈ APCക്ക് രണ്ട് കോഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ. ഒന്ന് CDC1 ഉം മറ്റത് CDH1 ആണ്. CDC20. APC CDC20 ആയിട്ടാണ് കമ്പൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ക്ലീവ് സെക്യൂരിൻ. It will destroy securin. Separase is free. Separase will proteolytic cleave ചെയ്യും. കൊഹെസിനെ മെറ്റാഫേസ് അനാഫേസിലേക്ക് പ്രൊമോട്ട് ചെയ്യും. ഇനി APC CDH1 ആയിട്ടാണ് കമ്പൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മൈറ്റോട്ടിക് സൈക്ലിൻസിനെ യൂബിക്വിറ്റിൻ ചെയ്തിട്ട് പ്രോട്ടിയാസോം ഡീഗ്രഡേഷൻ ചെയ്യുന്ന സമയത്ത് M ഫേസിൽ നിന്ന് G1 ഫേസിലേക്കുള്ള എൻട്രി നടക്കും. ഇങ്ങനെയാണ് ഈ റെഗുലേഷൻ ഇവിടെ നടക്കുന്നത്. ഇനി അനാഫേസ് വരുന്ന സമയത്ത് ഈ പ്രോട്ടീൻ ഫ്ലക്സ് ചേഞ്ച് ആവും. ഓക്കെ. ഈ അനാഫേസിന്റെ സമയത്ത് നമ്മൾ ഈ സെയിം റേഡിയോ ലേബലിംഗ് എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് എക്സെപ്റ്റ് പോളാർ മൈക്രോട്യൂബ്യൂൾസ്, അതായത് കൈനറ്റോകോർ മൈക്രോട്യൂബ്യൂൾസിൽ നമുക്ക് റേഡിയോ ലേബലിംഗ് കാണുന്നില്ല. കണ്ടോ? കൈനറ്റോകോർ മൈക്രോട്യൂബ്യൂൾസിൽ ഇവിടെ റേഡിയോ ലേബലിംഗ് ഇല്ല. ആകെ പോളാർ മൈക്രോട്യൂബ്യൂൾസിൽ മാത്രമേ റേഡിയോ ലേബലിംഗ് നടക്കുന്നുള്ളൂ. ദാറ്റ് മീൻസ് അനാഫേസ് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് പോളിമറൈസേഷൻ നടക്കില്ല, ഡീപോളിമറൈസേഷൻ മാത്രമേ നടക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ആയിട്ട് രണ്ട് ക്രോമസോമും രണ്ട് ഡോട്ടർ സെല്ലിലേക്ക് എത്തുള്ളൂ. ഓക്കെ. ഡ്യൂറിങ് അനാഫേസ് the flux will change. Then telophase. Now as the chromosome have separated, the cell enters telophase. When the nuclear envelope reforms, the chromosome decondenses. Okay. Then cytokinesis. The cell is pinched into two daughter cells by the contractile ring during cytokinesis. This is contractile ring എന്ന് പറയുന്നത്, cytokinesis. In animal cells, a furrow will develop in the middle and it deepens and divides into two daughter cells. Constriction belt of actin filament ആണ്. അതായത് ഈ contractile ring എന്ന് പറയുന്നത് constriction belt of actin filaments ആണ്. And in plants it is cell plate. Okay. Animal cells ൽ ഒരു cleavage furrow develop ചെയ്യും. അവിടെ ഒരു contractile ring microfilaments വരും. എന്നിട്ട് രണ്ട് daughter cells ആയിട്ട് അവിടെ ഡിവിഷൻ നടക്കും. പ്ലാന്റ് സെൽസിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെസിക്കിൾസ് ഫോം ചെയ്യും. വെസിക്കിൾ ഫോം ചെയ്തിട്ട് അവിടെ അത് പോളിമറൈസ് ചെയ്തിട്ട് ഒരു സെൽ പ്ലേറ്റ് വരും. എന്നിട്ട് ഈ സെൽ പ്ലേറ്റ് പ്ലാസ്മ മെംബ്രെയിൻ ആയിട്ട് ഫ്യൂസ് ചെയ്ത് two daughter cells will form. In plants, cell division involves the delivery of membranous by microtubules. അതായത് ഇവിടെ വരുന്നത് ഫ്രാഗ്മോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഫ്രാഗ്മോപ്ലാസ്റ്റ് ആണ് പ്ലാന്റ്സിന്റെ കേസിൽ വരുന്നത്. ഈ വെസിക്കിൾസ് ഉണ്ടല്ലോ, ഈ വെസിക്കിൾസ് ആക്ച്വലി ഫ്രാഗ്മോപ്ലാസ്റ്റ് ആണ്. ഈ ഫ്രാഗ്മോപ്ലാസ്റ്റ് പോളിമറൈസ് ചെയ്തിട്ട് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്ലേറ്റ്, സെൽ പ്ലേറ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെയാണ് പ്ലാന്റ്സിന്റെ കേസിൽ ഡിവിഷൻ നടക്കുന്നത്. സോ ഇത്രയാണ് നമുക്ക് മൈറ്റോസിസിന്റെ കാര്യങ്ങൾ പറയാനുള്ളത്. സോ ഇതേപോലെ തന്നെയാണ് ഇനി മിയോസിസും വരുന്നത്. ജസ്റ്റ് മിയോസിസിന്റെ സ്റ്റെപ്സും കൂടി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട് സെൽ സൈക്കിൾ റെഗുലേഷനിലേക്ക് നമുക്ക് കടക്കാം. സോ അതുവരെ നിങ്ങൾ ഇത് നന്നായിട്ട്
നോട്ട്സ് എല്ലാം നന്നായിട്ട് മനസ്സിലാക്കാം. പോയിന്റ്സ് എല്ലാ സ്റ്റെപ്സും വളരെ ക്ലിയർ ആക്കണം നിങ്ങൾക്ക്. എന്നാലേ അതിന്റെ റെഗുലേഷൻ പറയുന്ന സമയത്ത് നമുക്കത് ക്ലിയർ ആവുള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് വീഡിയോ. ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും മെയിൽ ചെയ്യാം, ഓർ യു ക്യാൻ വാട്സ്ആപ്പ്. താങ്ക് യു വൺസ് അഗെയിൻ.